ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈവനിങ് പോയിരിക്കാനുള്ളൊരു സ്ഥലം അന്വേഷിച്ച് നമ്മളിപ്പോൾ വേളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് വേളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. വേളി വില്ലേജ്, ടൂറിസ്റ്റ് വില്ലേജ് ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വരാൻ പറ്റും. അപ്പോൾ വരിക എല്ലാവരും. ഓക്കെ, അപ്പോൾ വിസിറ്റേഴ്സ് ട്രെയിൻ വർക്കിംഗ് അല്ലാത്തൊരു കണ്ടീഷനാണ്. ട്രെയിൻ ഉണ്ടായാൽ നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് അങ്ങ് പോകാമായിരുന്നു. അപ്പോൾ ഇത്ര നടക്കേണ്ട
അപ്പോൾ ഗൈസ് മാങ്ങയ്ക്ക് നല്ല എരിവുണ്ടായിരുന്നു. നൈസിന് കുറച്ചെടുത്ത് കഴിച്ചു. നല്ല എരിവുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ബീച്ചിലെത്തേക്ക് പോവാം. പക്ഷെ പഴയതുപോലെ ഒന്നും അല്ല കേട്ടോ, പഴയതുപോലെ ഒന്നും അല്ല. ആ ഒരു ഇതില്ല, ഒരു എനിക്ക് തോന്നുന്നു കൊറോണ ആ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തിരക്കായിരുന്നു. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ എല്ലാം നല്ല ആളാണ്, നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇവിടെ. പക്ഷെ ഇപ്പോൾ ആ പഴയ ഒരു വൈബൊന്നുമില്ല. ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് വന്ന് ബീച്ച് കണ്ട് പോവാം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് ബീച്ചിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് ബീച്ചിലൊന്നും ഞങ്ങളെ ഇറക്കിയില്ല കേട്ടോ. ബീച്ചിലൊന്നും ഇറക്കിയില്ല. ബീച്ചിലൊന്നും ചെറുതായിട്ട് പണിയൊന്ന് പാളിയിരിക്കുകയാണ്. ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടം വരെ വരാം. ഇവിടം വരെ വന്നതിന് ശേഷം ഇവിടെ കയറ് കെട്ടി അടച്ചിട്ടുണ്ട്. പോരാ അതിൻ്റെ സെക്യൂരിറ്റി ഗാർഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു കാരണവശാലും ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണമായിരിക്കണം. അപ്പോൾ ഗൈസ് ബീച്ചിലിറങ്ങാൻ പറ്റാത്ത ഒരു വിഷമത്തിലാണ്. എനിക്കത് പ്രാർത്ഥനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പ്രാർത്ഥനയൊന്നുമല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞത് കൊറോണ ടൈമിന് ഇവിടെ ഒന്നും വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, ഒന്നിനും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാ. അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നമുക്കറിയാമല്ലോ ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്നുള്ളൂ. എന്നാൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ വേറെ ഒരു ഗെയിം ഉണ്ട് കേട്ടോ, ഗെയിം ചെറുതാണ്. പക്ഷെ വേളി പണ്ടത്തെ ഒരു വേളിയല്ല. പാർക്കിൽ ചെറിയ ഡക്ക് സ്കൂട്ടറൊക്കെ ഉണ്ട്, അതിൽ കയറ്റിയിരുന്ന് കറക്കാമൊക്കെ, അത് മതിയല്ലോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ബോട്ടിംഗ് ഒക്കെ നോക്കി പ്ലാൻ ചെയ്ത കേട്ടോ വന്നത്. ബോട്ടിംഗ് ഒന്നും ഇല്ല, വല്ലാത്തൊരു സീനായിപ്പോയി. ബോട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി വേളി ഫുള്ളായിട്ട് കണ്ടിട്ട് തിരിച്ചു പോകുന്നതാണ്. പക്ഷേ ആ ട്രെയിൻ ഇന്ന് വർക്കിംഗ് അല്ല, പിന്നെ ബോട്ടിംഗ് ഇല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പഴയ ആ ഒരു ഇതൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് വന്നിരിക്കാം, അത്രയേ ഉള്ളൂ. ഈവനിങ് വന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വലിയ വ്ളോഗായിട്ടൊന്നും അല്ല ചെയ്തത്, ചെറുതായിട്ടൊരു വ്ളോഗ് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്നുള്ളൊരു ഇതാണ്. ജസ്റ്റ് നമ്മൾ ഈവനിങ് പുറത്ത് പോകുന്ന സമയത്ത് ഒന്ന് കാണിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ ചെറുതായിട്ടൊന്ന് ചീറ്റി പോയിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത് കാര്യങ്ങൾ. സച്ചു ആകെപ്പാട് ഡെസ്പായിട്ടിരിക്കുകയാണ്. ബോട്ടിലൊക്കെ കയറാമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് വന്നത്. അപ്പോൾ ബോട്ടിംഗ് ഇല്ല, അങ്ങനത്തെ ഒരു അവിടെ കേട്ടാ ചോദിച്ചു. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെയൊക്കെ കേട്ടുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സച്ചിന് കയറാൻ പറ്റും. ഐസ്ക്രീം ഉണ്ട്, നമുക്ക് ഐസ്ക്രീമൊക്കെ കുടിക്കാം. ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പഴയ പോലെ ആ ഒരു വെളിയിൽ ആ ഒരു ഓപ്പൺ, പക്ഷേ ആളില്ലാത്തതുകൊണ്ടാവാം, അതുകൊണ്ടായിരിക്കണം ഇതൊന്നും തുറക്കാതെ. നഷ്ടമായിരിക്കും, അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. ഇപ്പോൾ എന്തായാലും 6 മണി 6:15 ഒക്കെ ആയിട്ടുണ്ട് ടൈം. 6 മണി 6:15 വരെ ബീച്ചിലിരിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങണം, സെക്യൂരിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീം കുടിക്കണം. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം.
അപ്പോൾ ആ ചേട്ടനാണ് ഇത്ര നേരം വിസിലടിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ കണ്ടില്ല, ആ ഒരു ചേട്ടനാണ് ഇത്ര നേരം വിസിലടിച്ചുകൊണ്ടിരുന്നത്. വിസിലടിച്ച് നമ്മളെല്ലാവരും പുറത്തോട്ട് ഇറക്കുകയാണ്. അപ്പോൾ 7 മണി ആയിട്ടുണ്ട്. 7 മണി വരെ ഇവിടെ ഇപ്പോൾ നിൽക്കാൻ പറ്റത്തുള്ളൂ. എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. രാത്രി കാണാൻ നല്ല കിടിലം വൈബാണ്. സച്ചുവിനെ ഊഞ്ഞാലിലിരുത്താതെ അവർ വിട്ടിട്ടുണ്ട്. ഊഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കുള്ളയാണെന്ന് പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ സച്ചു നൈസിനായിട്ട് ഈ സെക്യൂരിറ്റി ചേട്ടനെ സോപ്പ് ഇട്ടിട്ട് നൈസായിട്ട് ഊഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഇത് നോക്കുന്നുണ്ട്. അങ്ങനെ ഊഞ്ഞാൽ സച്ചു വേളി കാഴ്ചകൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഇവിടെ ലാസ്റ്റ് സോപ്പിട്ട സെക്യൂരിറ്റി ചേട്ടൻ സോപ്പിട്ട് ഊഞ്ഞാലിൽ കയറി ലാസ്റ്റ് ഇവള്. എനിക്ക് സന്തോഷമായി കേട്ടോ. എനിക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ബോട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു, ട്രെയിൻ ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഈവനിങ് രാത്രി ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു വൈബാണ്. എന്നാലും കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക കേട്ടോ. അപ്പോൾ ഈവനിങ് നിങ്ങൾക്ക് ചെറുതായിട്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ അടിപൊളി വീഡിയോസ് ഇട്ട് വരും. അതുവരെയൊക്കെ സൈനിങ് ഓഫ് മജീഷ്യൻ മുഹമ്മദ് ഷാനു. സെക്യൂരിറ്റി